ശ്രീ കെ വി രാജശേഖരൻ, ഈ തരൂര് തളരും അതോ തരൂരിൻ്റെ പോക്ക് ഏത് തരത്തിലാണ്? ഞാൻ അങ്ങ് ചോദിച്ച പ്രാസം വെച്ചൊരു മറുപടി പറയുക. അത് എൻ്റെ ഒരു പഴയ ആർട്ടിക്കിളിലാണ്, 3-4 വർഷം മുമ്പ് എഴുതിയൊരു ആർട്ടിക്കിളിലാണ്. തരൂരിനെ തളയ്ക്കണ്ട, താലപ്പൊലി എടുക്കുകയും വേണ്ട എന്നാണ് ദേശീയപക്ഷത്തുള്ളവരോട്. ഇന്ന് ബി ജെ പിയിലേക്ക് വരും, നാളെ ബി ജെ പിയിലേക്ക് പലരും പറയാറുണ്ടല്ലോ. അവർക്ക് ഞാനൊരു 4 വർഷം എൻ്റെ ഒരു പുസ്തകത്തിൽ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ആർട്ടിക്കിളായിട്ട് എഴുതിയാണ്. തരൂരിനെ തളയ്ക്കണ്ട, താലപ്പൊലി എടുക്കുകയും വേണ്ടാണ് എന്ന് പറഞ്ഞാൽ പലരും തരൂരിനെ പലതരത്തിലാണ് പറയുന്നത്. ചിലർ പറയും വിശ്വ പൗരനാണെന്ന്. അങ്ങനെ പാസ്പോർട്ടിൽ അങ്ങനെയാണ് ഉള്ളത്. വിശ്വ പൗരൻ, അങ്ങനെ ആർക്കെങ്കിലും വിശ്വ പൗരൻ എന്നൊരു സ്ഥാനം ചാർത്തി കൊടുത്തിട്ടുണ്ടോ ലോകം? ചുമ്മാ തന്നെ നമ്മളൊക്കെ പറഞ്ഞാൽ പോരല്ലോ, അതിനൊരു മാനദണ്ഡം വേണ്ടേ? ഒരു ഘട്ടത്തെത്തി കഴിയുമ്പോൾ ലോകം അംഗീകരിക്കുന്ന ആളെ വിശ്വ പൗരൻ എന്ന് വിളിക്കാം. ഇപ്പം വിവേകാനന്ദനെയോ മഹാത്മജിയോ ഒക്കെ വിളിച്ചതുപോലെ വിളിക്കാം. എന്ന് വെച്ചിട്ട് ആരെ കണ്ടാലും എവിടെ ചെന്നാലും ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, ഞാൻ ആ ബന്ധങ്ങളുള്ള വാക്കിന് അടിയറയിടുന്നു. ഞാൻ വേറെ തരത്തിലേക്ക് പോകുന്നില്ല. കഴിവുള്ളത് കൊണ്ട് മാത്രം ഒരാൾ വിശ്വപൗരനാവും. ഐക്യരാഷ്ട്രസഭയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ആയിരുന്നു ഇവർ വിശ്വപൗരനാവും. അത് വേറൊരു വിഷയം. ഞാനിപ്പോൾ പറയാൻ വരുന്ന വേറൊരു കാര്യമാണ്. ഈ തരൂരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തരൂരിനെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, തരം പോലെ കാലുമാറുന്ന അവസരവാദിയാണ് തരൂർ. ഞാനൊരു കാര്യം പറയാം. തരൂറിൻ്റെ ലോകപ്രശസ്തമായൊരു നോവലുണ്ട്, ചരിത്ര നോവലാണ്, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ആ പുസ്തകം എന്നെങ്കിലും വായിച്ചിരുന്നെങ്കിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ ഏതെങ്കിലും കോൺഗ്രസിനോട് ആത്മാർത്ഥമുള്ളവരോ ഇവരെ കോൺഗ്രസിൻ്റെ അടിച്ചതിനകത്ത് കയറ്റില്ലായിരുന്നു. അതിലെങ്ങനെയാണ് കഥാപാത്രങ്ങൾ ഞാൻ പറയാം. അത് അദ്ദേഹം എഴുതിയത് ഭാരതത്തെ പരിഹസിച്ചുകൊണ്ട് ലോകത്തിൻ്റെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു രചനയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. അതിൽ തരൂര് നമ്മുടെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുമായിട്ട് ഭാരത രാഷ്ട്രീയത്തിലെ പുതിയ കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്തിരിക്കുക. ഗാന്ധിയെ ഒക്കെ മോശം ഒരു പരിഹാസ രൂപത്തിൽ പല ഘട്ടങ്ങളിലും കാണിച്ചു, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ നെഹ്റുവിനെ കാണിച്ചിരിക്കുന്നത് അന്ധനായ ധൃതരാഷ്ട്രനായിട്ടാണ്. അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന കൗരവരുടെ പിതാവ് അന്ധനായ ധൃതരാഷ്ട്രനായിട്ടാണ് ശശി തരൂര് ജവഹർലാൽ നെഹ്റുവിനെ ചിത്രീകരിച്ചത്. ആ നോവൽ വായിക്കാൻ കിട്ടും. ഇഷ്ടംപോലെ ലോകം മുഴുവൻ പ്രചരിച്ച ഇംഗ്ലീഷ് നോവലാണ്. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ട് ഇംഗ്ലീഷാണ് വായിച്ചിട്ടുള്ളത്. ഇനിയും അടുത്ത തലമുറ ഇന്ദിരാഗാന്ധി എന്താ പറഞ്ഞെന്നറിയുമോ? പുരാണത്തിലെ ധൃതരാഷ്ട്രക്ക് 100 പുത്രന്മാരും ഒരു പുത്രി ഉണ്ടായിരുന്നു. ഈ ധൃതരാഷ്ട്രക്ക്, ഈ നെഹ്റു എന്ന ധൃതരാഷ്ട്രക്ക്, ജവഹർലാൽ എന്ന ധൃതരാഷ്ട്രക്ക് 101 ഇല്ല. ആ 100 ആസുര ശക്തികളുടെയും കൂടെ സമാഹരിക്കപ്പെട്ട സ്വരൂപമായ പ്രിയ ദുര്യോധനി എന്നാണ് ഇതിലേക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ആ പുസ്തകം വായിച്ചാൽ അതിനകത്ത് ഇവരെ രണ്ടുപേരെയും കൃത്യമായിട്ടും ശരിക്കും സർഗധനനായ തരൂര് തൻ്റെ ഭാവനയിലും അറിവിലും കണ്ട സത്യം മാത്രം എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിന് വേണ്ടി തരൂരിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്ദിക്കുന്നു. അതിൽ മറ്റു പല കാര്യങ്ങളുണ്ട്. അതെല്ലാം അദ്ദേഹം പറഞ്ഞത് ഇത്തിരി തമാശയൊക്കെ കൂട്ടിയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു അക്കാഡമിക് പ്രൊഫൈലുള്ള ഒരാളാണ് തരൂര്. അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ ഉൾക്കൊള്ളുന്നതിൻ്റെ അല്ല ഞാൻ പറയുന്നത്. വേറൊന്നും ഞാൻ രണ്ടുപേരുടെ കാര്യമാണ് പറയുന്നത്. കോൺഗ്രസ്സിന് പണ്ട് തൊട്ട് തന്നെ തരൂരിനെ കൂടെ കൂട്ടാതിരിക്കുകയായിരുന്നു ബുദ്ധി. തരൂരിന് കോൺഗ്രസ്സിൽ ചേരാതിരിക്കുകയായിരുന്നു ബുദ്ധി. ഇത് കാണിച്ച് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയത് തരൂരിൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു ബന്ധു തരൂരിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വേറൊന്നുമില്ല, വിനയപൂർവ്വം. അങ്ങ് അസാധാരണമായ പ്രതിഭയുള്ളൊരു എഴുത്തുകാരനാണ്. ആ രീതിയിൽ മാത്രം ജീവിച്ചു പോകാവുന്നത്. എന്തിനാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി വരെ ആയിരുന്നതല്ലേ? ഇവിടെ വന്നാലും കോൺഗ്രസ്സുകാരെന്നൊരു സഹമന്ത്രി. അതെ, BJP പോയതിന് ചാൻസ് ഇല്ല. കാരണം ജയശങ്കറിന്, വിദേശമന്ത്രി S. ജയശങ്കറിന് 7 അയലത്തെത്താനുള്ള യോഗ്യതയില്ല.
പ്രൊഫഷണൽ യോഗ്യത ഞാൻ വേറൊന്നുമില്ല, പ്രൊഫഷണൽ യോഗ്യത, കാര്യശേഷി തരൂരിനില്ല. അപ്പോൾ ആ ഒരു കാര്യം അവിടെ പ്രതീക്ഷിക്കേണ്ട. കോൺഗ്രസ്സുകാർ പോലും വിദേശമന്ത്രാലയം കൊടുത്തില്ല, ഏതൊരു മിനിസ്റ്റർ സീറ്റുകൾ ഒതുക്കുക ചെയ്ത്. ഇതൊക്കെ അതിനൊന്നും പോവാതെ കയ്യിൽ സരസ്വതി ദേവി അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള അറിവിൻ്റെ മേഖല ഉപയോഗിച്ചുകൊണ്ട് എഴുത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ഭാരതത്തിനെ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടുവാനുള്ള പ്രതിഭയായി ഡോക്ടർ ശശി തരൂർ മാറുമായിരുന്നു. ഇനിയാണെങ്കിലും അദ്ദേഹം അങ്ങനെ മാറണമെന്നാണ് രാഷ്ട്രീയമെല്ലാം കളഞ്ഞിട്ട് ആ വഴിക്കേട്ട് മാറണം എന്നാണ് എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ്റെ അപേക്ഷ. ആരെങ്കിലും ഇത് കേൾക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരുവാണെങ്കിൽ കൊണ്ടുവരട്ടെ. ഇനി ഞാൻ തിരിച്ചു വരുന്നത്, അപ്പോൾ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ 1998 തൊട്ട് 2004 വരെ വാജ്പേയി ഭരിച്ചിരുന്ന കാലത്ത് വിദേശ രാജ്യങ്ങളുമായി ചില ബന്ധങ്ങൾ കെട്ടി വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കപ്പെട്ടതായിരിക്കണം ഡോക്ടർ ശശി തരൂര് സോണിയയുടെ അടുപ്പക്കാരനായി മാറിയെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പ്രതിഫലമായിട്ട് അന്ന് ഇവിടെ വരുമ്പോഴൊക്കെ വിദേശ നേതാക്കൾ പ്രധാനമന്ത്രിയെ കാണുമ്പം തൊട്ടടുത്ത ദിവസം പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോകും. അതിനു മുമ്പ് ശേഷം ഇപ്പം പോലും ആ ഒരു രീതിയില്ല. വരുന്നവർ വരും. ഇന്നലെ ഖത്തറിൻ്റെ രാജാവ് വന്നിട്ടുണ്ട്, മോദിയെ കാണും തിരിച്ചു പോകും. അന്നങ്ങനെയല്ല. വാജ്പേയിയെ ഇന്ന് കണ്ടെങ്കിൽ നാളെ രാവിലെ സോണിയയും വീട്ടിൽ പോയി കാണും. ഈ അവസരമൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരിക്കും ഒരുപക്ഷെ, എനിക്ക് ഉറപ്പല്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിലേക്കുള്ള വരവ് അവസരവാദ രാഷ്ട്രീയത്തിൽ വന്നപ്പം അവസരവാദമാണ് ആയുധം എന്ന് കണക്കാക്കി വന്നതാണ്. അതിനുശേഷം പല സന്ദർഭങ്ങളിലായി കോൺഗ്രസ് വിട്ടുപോകുന്ന സൂചന കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴെന്താണ് ഈ അവസാന സമയത്തെ മാറ്റം? ആ മാറ്റം എങ്ങോട്ടാണ്? ഇത് രണ്ടും നമ്മൾ ചിന്തിക്കണം. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, കോൺഗ്രസിനകത്ത് രാഷ്ട്രീയ രണതന്ത്രം അറിയാവുന്നവരുണ്ടെങ്കിൽ ആണിരിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തെ പുറത്താക്കുകയില്ല, തരൂരിനെ പുറത്താക്കുകയില്ല, അകത്ത് തന്നെ ഇരുത്തി നശിപ്പിക്കും. ഹൈക്കമാൻഡ് അതിന് തയ്യാറാകും. അതാ ചെയ്യേണ്ടത്. ഞാൻ കാണാം BJPക്കകത്ത് പറഞ്ഞ് പേര് പറയുന്നില്ല, പല വലിയ വേഷം കെട്ടി ആടിയവരൊക്കെ ഉണ്ടല്ലോ. അവരെ പാർട്ടി പുറത്താക്കാതെ അകത്ത് തന്നെ ഇരുത്തിയതിൻ്റെ ഗുണം കണ്ടല്ലോ. പേര് പറയുന്നില്ല ഞാൻ തൽക്കാലം. ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇദ്ദേഹത്തിന് ആവശ്യം എന്നറിയോ? ഇപ്പം തരൂർ എന്താ ആവശ്യം എന്നറിയോ? അത് പലരും പറയാത്തൊരു വിഷയം. കോൺഗ്രസ് പുറത്താക്കണം. കോൺഗ്രസ് പുറത്താക്കിയാൽ MP ആയിട്ട് തുടരാം, ശത്രുപക്ഷത്ത് കൂടാം. അതിലേത് ശത്രുപക്ഷത്താണ് പോകുന്നതെന്ന് ആലോചിച്ചോണം. ഒരു കാരണവശാലും അത് BJPയിലേക്കായിരിക്കില്ല എന്നാണ് എൻ്റെ കൃത്യമായ ധാരണ. കാരണം BJPയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇനി കിട്ടാനൊന്നുമില്ല. കോൺഗ്രസ് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് ഒരിക്കൽ കൂടെ മത്സരിക്കാം. BJPയിലോട്ടൊരു താല്പര്യം ഉണ്ടല്ലോ. താല്പര്യം അദ്ദേഹത്തിന് ആരോടും താല്പര്യമില്ല. താല്പര്യമുള്ളത് ആരോടും ഞാൻ അടുത്ത സ്റ്റേജിൽ പറയാം. അത് ഞാൻ പറയാതെ പോവില്ല. താല്പര്യം അദ്ദേഹത്തിന് ചില സ്ഥാപിത താല്പര്യം നേടിയെടുക്കാൻ വേണ്ടി താല്പര്യമുണ്ട്. അത് BJPയിലോട്ട് വന്നാൽ ശരിയാവത്തില്ല ഇപ്പം. അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പുറത്താക്കുക, രാഷ്ട്രീയമായിട്ട് ആഗ്രഹിക്കുന്ന അതിന് ഒരു ലോജിക്കൽ കാരണമുള്ളൂ. രാജിവെച്ചാൽ MP സ്ഥാനം പോകും. നിന്ന് മത്സരിച്ചാൽ ഇടതുപക്ഷത്ത് നിന്നാൽ പോലും ജയിക്കില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ 15,000 വോട്ടിനകത്ത് തോറ്റത്. അങ്ങനെ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ശരിക്കും ഞാൻ കണക്കാക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്? ഇദ്ദേഹത്തിനെ പുറത്താക്കി കഴിഞ്ഞ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കണം. ഇടതുപക്ഷമാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഇടതുപക്ഷത്തെ അനുകൂലിച്ച് പ്രസ്താവന ഒരു കാര്യം ഓർക്കണം. 2 ആഴ്ച മുമ്പ് രാജസ്ഥാനിലെ ജയ്പൂർ ഫെസ്റ്റിവലിൽ ഇദ്ദേഹം പുസ്തക പ്രമോഷന് വേണ്ടി പോയിരുന്നു. അവിടെ പറഞ്ഞെന്താണെന്നറിയോ? അങ്ങ് വായിച്ചു. അവിടെ പറഞ്ഞത് ഹിന്ദുത്വം പറയുന്നവർ ഗുണ്ടകളാണെന്നാണ് പറഞ്ഞത്. മുസ്ലിമിനെയും കൂട്ടരെയും ജീവിക്കാൻ അനുവദിക്കാത്ത ഗുണ്ടകളാണ് ഹിന്ദുക്കളെന്ന് എന്ന് പറഞ്ഞ് ശശി തരൂർ 2 ആഴ്ചക്കുള്ളിൽ BJPയിലോട്ടും ദേശീയപക്ഷത്തോട്ടും വഴിയുണ്ടാക്കോ? ഇല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹം നോട്ടം ഇടതുപക്ഷത്തേക്ക് തന്നെയാണ്. ഇനിയും ഞാൻ പ്രധാന വിഷയം, ഇപ്പോഴത്തെ മാറ്റത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് USAID ഫണ്ട് നിർത്തലാക്കി അമേരിക്കയിൽ ബൈഡൻ ഗവൺമെൻറ് പോയിട്ട് ട്രംപ് സർക്കാർ വന്നിരിക്കുന്നു. ശശി തരൂരുമൊക്കെ പിന്നിൽ നിന്ന് കൂടെ നിന്ന് ആ എക്കോസിസ്റ്റം അമേരിക്കയിൽ തകരുന്നു. ആ തകരുന്ന സന്ദർഭത്തിൽ ശശി തരൂര്, ഭാരതീയനായ ശശി തരൂരിൻ്റെ ഒരു മകൻ,
രണ്ടാമത്തെ ആളുടെ കൃത്യമായിട്ട് എനിക്കറിയില്ല. അമേരിക്കൻ പൗരത്വം ആഘോഷപൂർവ്വം സ്വീകരിച്ചു. അത് സ്വീകരിച്ചതാണ് വലിയ സംഭവമായിട്ട് അച്ഛനും മകനൊക്കെ ആഘോഷിച്ചതാണ്. ആ മകൻ ജോലി ചെയ്യുന്നത് വാഷിങ്ടൺ പോസ്റ്റിലാണ്. പേര് ഇഷാൻ തരൂർ. ആ മകൻ ജോലി ചെയ്യുന്നത് വാഷിങ്ടൺ പോസ്റ്റിലാണ്. എന്നും ഭാരതത്തിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും വ്യക്തമായും നിലപാടെടുത്തിട്ടുള്ള വാഷിങ്ടൺ പോസ്റ്റിലാണ് ഇഷാൻ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ആളുടെ പേര് ഇർഷക് എന്നാണെന്ന് തോന്നുന്നു. ആ പേര് രണ്ടാമത്തെ മകനും അതേ വഴിക്ക് തന്നെയാണ് പോക്ക്. അദ്ദേഹവും എന്നും ആ ചെറുപ്പക്കാരൻ്റെ പോസ്റ്റുകളിലും എഴുത്തുകളിലും ഒക്കെ ഹിന്ദു വിരുദ്ധമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഹിന്ദുവിനെ അവഗണിക്കുന്ന, ഹിന്ദുവിനെ കുറ്റപ്പെടുത്തുന്ന എഴുത്തും രാഷ്ട്രീയവും സാഹിത്യവുമാണ് ആ മകൻ്റെത്. ആ മകൻ പറഞ്ഞത് തന്നെ എന്നെ അമ്മ ചെറുപ്പത്തിലെ വളർത്തിയത്, അന്ന് അവർ അമേരിക്കയിലാണ് വളർത്തിയത്, ബൈബിൾ കഥകളും റഷ്യൻ നാടോടി കഥകളും പഠിപ്പിച്ചാണ് എന്നെ വളർത്തിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ടാമത്തെ മകൻ. അപ്പോൾ കൃത്യമായിട്ടും അവിടെ ആ പഴയ എക്കോസിസ്റ്റം തകർന്നു കഴിഞ്ഞാൽ ബൈഡൻ്റെയും കമലാ ഹാരിസിൻ്റെയും ഒക്കെ സംരക്ഷണത്തിൽ സാമ്യത്രത ബന്ധപ്പെട്ട് ശശി തരൂർ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ടുള്ള ജോർജ് സൊറോസിൻ്റെയൊക്കെ സംരക്ഷണത്തിലുള്ള ആ ഇക്കോസിസ്റ്റം തകർന്നു കഴിഞ്ഞാലും പാശ്ചാത്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവിടെ അവസരങ്ങൾ തേടി ജീവിക്കുന്ന മക്കൾക്ക് നാളെ ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല. അവർക്കും തന്ത്രപൂർവ്വം മറുഭാഗത്തേക്ക് മാറാനും, അതായത് പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നതിനും ഒക്കെ ഉള്ള അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സൊറോസിൻ്റെയും കൂട്ടരുടെയൊക്കെ സുഹൃത്തായ രാഹുലിനോടും സോണിയയോടും ഒക്കെ തൽക്കാലം അകലുന്നതായിരിക്കും ബുദ്ധി എന്നൊരു പക്ഷേ ഈ തരൂർ കരുതിയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, തരൂർ 2 ആഴ്ച മുമ്പ് ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞപ്പം, ജയ്പൂരിൽ പറഞ്ഞപ്പം പെട്ടെന്ന് വീണ്ടും ദേശീയ പക്ഷത്തേക്ക് വരാനല്ല, ആ ഹിന്ദുവിരുദ്ധ പക്ഷം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. ഒരു പുസ്തകം എഴുതിയില്ലേ, വൈ ഐ ആം എ ഹിന്ദു. വിജയദാസ്ജി അങ്ങൊരു ഹിന്ദുവാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഹിന്ദുവാണെന്ന് അങ്ങേക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്കും പറയേണ്ട ആവശ്യമില്ല. ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ഞാൻ എഴുതുന്ന ഹെഡിങ് യെസ് ഐ ആം എ ഹിന്ദു എന്ന് എഴുതും, ധൈര്യപൂർവ്വം അഭിമാനപൂർവ്വം പറയും. വിവേകാനന്ദനും പറഞ്ഞു എങ്ങനെയാ, ഗർഭ്സെ കഹുവാം ഹിന്ദു എന്ന്. ഇതല്ല അപ്പോളജറ്റിക്കായിട്ട് ഒരു ഹിന്ദു ആയതെന്തോ ഒരു അബദ്ധമാണെന്ന് വൈ ഐ ആം എ ഹിന്ദു പുസ്തകത്തിൽ ടൈറ്റില്ല. ഈ എഴുതിയ മനുഷ്യന് ഇങ്ങോട്ട് ദേശീയപക്ഷത്തോട്ട് വരും എന്ന് കരുതാൻ കഴിയുമോ? വാലും ചുരുട്ടി വരാൻ തയ്യാറായാൽ താലപ്പൊലി വെച്ച് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. തളയ്ക്കാനും പോകണ്ട, തളയ്ക്കുകയും വേണ്ട, താലപ്പൊലി എടുക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.